നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായിക ആശാ ഭോൺസ്ലെ വിടവാങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. ഇന്നാണ് അവരുടെ സംസ്കാര ചടങ്ങുകൾ മുംബൈയിൽ നടക്കുന്നത്. ആശാ ഭോൺസ്ലെ ഒരു ഗായിക എന്നുള്ള നിലയിൽ എത്രയോ തലമുറകളായാണ് സ്വാധീനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ആശാ ഭോൺസ്ലെ ഗായിക മാത്രമായിരുന്നില്ല, മികച്ചൊരു സംരംഭക കൂടിയായിരുന്നു എന്ന്. പലപ്പോഴും പലരും പറയാറുണ്ട്, കലാകാരന്മാർക്ക് ബിസിനസ് പറഞ്ഞിട്ടില്ല, അവർ ബിസിനസ് നടത്താൻ ഇറങ്ങിയാൽ അതൊക്കെ തന്നെ പൊളിഞ്ഞു പോകുമെന്ന്. നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുമുണ്ട്. മലയാള സിനിമയിലാണെങ്കിലും അതുപോലെ മറ്റ് പല ഭാഷകളിലുമൊക്കെ തന്നെ കലാകാരന്മാർ വ്യവസായം നടത്താൻ ഇറങ്ങി തിരിച്ചടി നേരിട്ട നിരവധി സംഭവങ്ങളുണ്ട്. അതും പലരും പ്രമുഖരായിരുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആശാ ഭോൺസ്ലെ ആകട്ടെ താൻ ഒരു സംരംഭക എന്നുള്ള നിലയിൽ പൂർണ്ണ വിജയമായിരുന്നു എന്ന് തെളിയിച്ചിട്ട് തന്നെയാണ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പിന്നണി ഗായകർക്ക് ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ വലിയ പ്രതിഫലമൊന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ പുതിയ ഗായകർ ആ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പ്രാമുഖ്യം വർദ്ധിക്കുമ്പോൾ ഈ പഴയ ഗായകരെ ഒന്നുമല്ലാതായി പോവുകയും സാമ്പത്തികമായി അവരിൽ പലരും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന കഥ നമുക്കറിയാം. മലയാളത്തിലെ എത്രയോ സംഗീത സംവിധായകരും ഗായകരുമൊക്കെ ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആശാ ഭോൺസ്ലെ വളരെ ബുദ്ധിമതിയായിരുന്നു. അവർ വളരെ നേരത്തെ തന്നെ വിവിധ സംരംഭങ്ങൾ തുടങ്ങിയിരുന്നു. അവരുടെ റെസ്റ്റോറൻറ്റുകളുടെ ഒരു ശൃംഖല ഇന്ന് ലോകത്തെ വിവിധ രാജ്യങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശാസ് എന്നറിയപ്പെടുന്ന റെസ്റ്റോറൻറ്റ് ശൃംഖല ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപകമാണ്. അതുപോലെ UK-യിലുമൊക്കെ തന്നെ ഈ റെസ്റ്റോറൻറ്റുകളുണ്ട്. നൂറുകണക്കിന് കോടിയുടെ ആസ്തിയാണ് ഇതിലൂടെ അവർ സമ്പാദിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവരുടെ വ്യക്തിപരമായ ജീവിതം വലിയൊരു ദുരന്തമായി മാറിയിരുന്നുവെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ തൻ്റെ വാർദ്ധക്യത്തിലും വളരെ സജീവമായി തന്നെയാണ് അവർ പങ്കെടുത്തിരുന്നത്. എല്ലാ കാര്യങ്ങളിലും ഗാനമേള അവതരിപ്പിച്ചിരുന്നു. അവർ പണ്ട് പാടിയ അടിപൊളി പാട്ടുകളൊക്കെ തന്നെ വളരെ ആഹ്ലാദത്തോടു കൂടി ഈ പ്രായത്തിലും പാടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഏവരെയും അമ്പരപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സ്വന്തം സഹോദരിയായ ലതാ മങ്കേഷ്കറിൻ്റെ നിഴലിലായി പോകാതെ തൻ്റേതായ ഒരു പാത വെട്ടിത്തുറന്ന് അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികമാരുടെ ഒരാളായി മാറാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. മലയാളത്തിലെ ഒരു സിനിമയിൽ അവർ പാടിയിട്ടുണ്ട്. 1970കളുടെ അവസാനം ഹരിഹരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സുജാത എന്ന ചിത്രത്തിലെ സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന ഗാനം അതിമനോഹരമായി തന്നെ അവർ പാടിയിട്ടുണ്ട്. ചില്ലറ ഉച്ചാരണ പിഴവുകൾ ഒഴിവാക്കിയാൽ വളരെ നന്നായി തന്നെ അവർ ഈ പാട്ട് പാടിയിട്ടുമുണ്ട്. അവരുടെ സഹോദരിയായ ലതാ മങ്കേഷ്കർ അതിനു മുമ്പ് രാമുക്കാരുടെ സംവിധാനം ചെയ്ത നെല്ലിലെ കദളി ചെങ്കദളി പാടിയെങ്കിൽ പോലും അതിലെ ഉച്ചാരണ പ്രശ്നങ്ങൾ നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആശാ ഭോൺസ്ലെ ആകട്ടെ വളരെ ബുദ്ധിമുട്ടി തുടങ്ങിയ വാക്കുകളൊക്കെ തന്നെ അവർക്ക് ഏറെ ആദ്യഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും വളരെ കൃത്യമായി തന്നെ അവർ പരിശീലനത്തിലൂടെ മാറ്റിയെടുക്കുകയും നന്നായി പാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആശാ ഭോൺസ്ലെ അവരുടെ 2 മക്കളും അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അന്തരിച്ചു എന്നുള്ളവരുടെ ജീവിതകാലം മുഴുവൻ അവർ വല്ലാതെ വേദനിപ്പിച്ചിരുന്നിരിക്കാം. പക്ഷേ അവരുടെ പേരക്കുട്ടി ഒരു പ്രശസ്തയായ ഗായികയായി മാറുന്നത് കാണാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല മറ്റ് പല കലാകാരന്മാരെ പോലെ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ നിസ്വരായ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ മരിക്കേണ്ട അവസ്ഥയും അവർക്കില്ലായിരുന്നു. വലിയൊരു വ്യവസായ സാമ്രാജ്യം തന്നെ അവശേഷിച്ചുകൊണ്ടാണ് ആശാ ഭോൺസ്ലെ പിൻവാങ്ങുന്നത്. ആശാ ഭോൺസ്ലെയുടെ ജീവിതം എല്ലാ കലാകാരന്മാർക്കും ഒരു പാഠമാണ്. നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങൾക്ക് ധാരാളം പണവും പദവിയൊക്കെ ലഭിക്കുന്ന കാലത്ത് അത് കൃത്യമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ പിന്നാലെ നമ്മൾ തന്നെ നേരിട്ട് വ്യക്തിപരമായി തന്നെ അത് നോക്കി നടത്തുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഭാവി ജീവിതം സുഗമമാക്കാൻ അല്ലെങ്കിൽ വിഷമമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തെളിയിച്ച കലാകാരി കൂടിയാണ് ആശാ ഭോൺസ്ലെ.